ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിൻ്റെ 5ാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സൊല്യൂഷൻസിൻ്റെ വേപ്പർ പ്രഷറിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരുന്നു. സൊല്യൂഷന്റെ വേപ്പർ പ്രഷറിനെ പറ്റി പറയുന്ന ഒരു ലോ നമ്മൾ പഠിച്ചു. ഏതാണത്? റോൾസ് ലോ. വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ 2 തരം റോൾസ് ലോകൾ നമ്മൾ സ്റ്റേറ്റ് ചെയ്യാൻ പഠിച്ചിരുന്നു. ഒന്ന്, 2 വോളറ്റൈൽ കമ്പോണൻസ് ചേർന്നുണ്ടാകുന്ന ഒരു സൊല്യൂഷന്റെ കേസിലെ റോൾസ് ലോ പറഞ്ഞു. Partial vapor pressure is directly proportional to mole fraction of that component. രണ്ടാമത് നമ്മൾ വേറൊരു തരം സൊല്യൂഷൻസിനെ കൺസിഡർ ചെയ്യുന്നു. A solution containing a non-volatile solute. അതായത് solid in liquid. അത്തരം സൊല്യൂഷൻസിന്റെ കേസിൽ നമ്മൾ റോൾസ് ലോ സ്റ്റേറ്റ് ചെയ്തത് വേറൊരു രീതിയിലാണ്. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു വോളറ്റൈൽ സോൾവെന്റിലേക്ക് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ടിനെ ആഡ് ചെയ്താൽ ആ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷറിനേക്കാൾ കുറവായിരിക്കും. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ ആ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് സൊല്യൂഷനിലെ സോൾവെന്റിന്റെ മാത്രം വേപ്പർ പ്രഷറാണ്. സൊല്യൂട്ടിന് വേപ്പർ പ്രഷർ ഇല്ല. അപ്പോൾ ആ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷറിനേക്കാൾ കുറവാണ്. ഉപ്പുവെള്ളത്തിന്റെ വേപ്പർ പ്രഷർ പ്യുവർ വാട്ടറിനേക്കാൾ കുറവാണ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതിന്റെ കാരണവും നമ്മൾ പറഞ്ഞു. അവിടെ എന്താ നമ്മൾ കാരണം പറഞ്ഞത്? ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ടിനെ സോൾവെന്റിലേക്ക് ഡിസോൾവ് ചെയ്യുമ്പോൾ സർഫസിൽ ഇരിക്കുന്ന സോൾവെന്റ് മോളിക്യൂൾസിൽ ചിലരെ റീപ്ലേസ് ചെയ്തിട്ട് ആ സ്ഥാനത്തേക്ക് പുതിയൊരാൾ കയറിയിരിക്കും. ആരത്? നമ്മുടെ നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. അപ്പൊ ഫലത്തിൽ സർഫസിലെ സോൾവെന്റ് മോളിക്യൂൾസിന്റെ എണ്ണം കുറയും. അപ്പോൾ വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകുന്ന സോൾവെന്റ് മോളിക്യൂൾസിന്റെ എണ്ണവും കുറയുന്നു. അപ്പോൾ വേപ്പർ പ്രഷർ കുറയുന്നു. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇനി ഈ വേപ്പർ പ്രഷറിൽ ഉണ്ടാകുന്ന കുറവ്, അതായത് പ്യുവർ വാട്ടറിന് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു വേപ്പർ പ്രഷർ വാല്യൂ ഉണ്ട്. അതിലേക്ക് നമ്മൾ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇപ്പൊ ഉപ്പിട്ട് കൊടുക്കുന്നു. അപ്പോൾ വേപ്പർ പ്രഷർ പ്യുവർ സോൾവെന്റിന്റേതിനേക്കാൾ കുറയുകയാണ്. അത് എത്രമാത്രം കുറയുന്നു എന്ന് തീരുമാനിക്കുക അതിലേക്ക് ആഡ് ചെയ്യുന്ന സൊല്യൂട്ടിന്റെ അളവാണ്, അല്ലെങ്കിൽ സൊല്യൂട്ട് പാർട്ടിക്കിളുകളുടെ എണ്ണമാണ്. നമ്മൾ എക്സ്പെരിമെന്റ് വഴി കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ വേപ്പർ പ്രഷറിൽ ഉണ്ടാകുന്ന കുറവ് നോൺ വോളറ്റൈൽ സൊല്യൂട്ടിന്റെ അഡീഷൻ കൊണ്ട് വേപ്പർ പ്രഷറിൽ ഉണ്ടാകുന്ന കുറവ് ഡിപ്പെൻഡ്സ് ഓൺ ദി നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. ഇങ്ങനെ സൊല്യൂഷൻസിന്റെ ചില പ്രോപ്പർട്ടികളുടെ വാല്യൂസ് ആ സൊല്യൂഷനിലെ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് പാർട്ടിക്കിളുകളുടെ എണ്ണത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അത്തരം പ്രോപ്പർട്ടീസിനെ വിളിക്കുന്ന പേരാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. എന്താ വിളിക്കുക? കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അപ്പൊ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. The properties of a solution whose value depends only on the number of solute particles and not on their nature are called colligative properties. അതുകൂടെ പറയാം. The properties of a solution
whose value depends എന്തിനാ only on the number of solute particles and not on their nature are called colligative properties. സൊല്യൂട്ട് ആരാണ് എന്നതിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുക, സൊല്യൂട്ട് പാർട്ടിക്കിളുകളുടെ എണ്ണത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ്. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ രണ്ട് വ്യത്യസ്ത സൊല്യൂഷൻസ് എടുക്കുന്നു. അക്വസ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ സോൾവെന്റ് വാട്ടർ ആണ്. 1 മോൾ യൂറിയയെ 1 ലിറ്റർ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്നു. 1 മോൾ ഗ്ലൂക്കോസിനെ 1 ലിറ്റർ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്നു. രണ്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ചിരിക്കുന്നു. രണ്ട് കേസിലും വേപ്പർ പ്രഷറിൽ ഉണ്ടാകുന്ന കുറവ് സെയിം ആയിരിക്കും. കാരണം രണ്ടിലും അടങ്ങിയിട്ടുള്ള സൊല്യൂട്ടിന്റെ അളവ് തുല്യമാണ്. സോ അത്തരം പ്രോപ്പർട്ടികളെ, സൊല്യൂട്ട് പാർട്ടിക്കിളുകളുടെ എണ്ണത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെ വിളിക്കുന്ന പേരാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഈ വാക്ക് വരുന്നത് ലാറ്റിൻ ഭാഷയിലെ രണ്ട് വാക്കുകളിൽ നിന്നാണ്. കോ മീൻസ് ടുഗെദർ, ഒരുമിച്ച്. ലിഗെയർ മീൻസ് ടു ലിങ്ക്. അതായത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടികളൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് അവരെ നമ്മൾ ആ പേരിൽ വിളിക്കുക. പ്രധാനമായും 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണുള്ളത്. ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്, ഒന്ന് വായിച്ചേ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, elevation in boiling point, depression in freezing point, osmotic pressure. ഉറക്കത്തിൽ ചോദിച്ചാലും അറിയണം, അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക് ആണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഈ 4 പേരുകൾ ഓർമ്മയുണ്ടാവണം. അപ്പൊ ഇവർ പരസ്പരം കണക്റ്റഡ് ആണ്, വേപ്പർ പ്രഷറിനോട് കണക്റ്റഡ് ആണ് ബോയിലിംഗ് പോയിന്റും ഫ്രീസിംഗ് പോയിന്റും ഒക്കെ. അതുകൊണ്ടാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന വാക്ക് പറയുക. അപ്പൊ എന്താ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഒന്ന് ഓർത്ത് നോക്കിക്കേ. The properties of a solution whose value depends only on the number of solute particles. Colligative properties are applicable to dilute solutions only. എന്താ dilute solution എന്ന് പറഞ്ഞാൽ? സൊല്യൂട്ടിന്റെ അളവ് തീരെ കുറഞ്ഞ സൊല്യൂഷൻസ്. അപ്പൊ there are 4 different colligative properties. Which are they? Relative lowering of vapor pressure, elevation in boiling point, depression in freezing point, and osmotic pressure. ഇനി ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ വാല്യൂ അറിയുന്നത് കൊണ്ട് നമുക്കുള്ള പ്രയോജനം. What is the application of colligative property? കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ വാല്യൂ അറിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള സൊല്യൂട്ടിന്റെ മോളിക്യുലാർ മാസ് കാണാം. We can find out the molecular mass of the unknown solute from any of this colligative property values. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കുക ഈ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഓരോ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും ഉപയോഗിച്ചുകൊണ്ട് സൊല്യൂട്ടിന്റെ മോളിക്യുലാർ മാസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഡെറിവേഷനിലേക്ക് നമ്മൾ വരും. അതിന്റെ ചില ന്യൂമറിക്കൽ പ്രോബ്ലംസും അതാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് പോവാം. സോ ഫസ്റ്റ് വൺ ഈസ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. വാക്ക് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഓർമ്മയുണ്ടോ എന്താണെന്ന്? ഒരു സോൾവെന്റിലേക്ക് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ അവിടെ വേപ്പർ പ്രഷറിന് കുറവുണ്ടാകും. അത്തരം കേസുകളിൽ നമ്മൾ റോൾസ് ലോ സ്റ്റേറ്റ് ചെയ്തിരുന്നു. എങ്ങനെയാണെന്ന് പറഞ്ഞു നോക്കിക്കേ വീട്ടിലിരുന്നിട്ട്. When a non-volatile solute is dissolved in a volatile solvent, the relative lowering of vapor pressure is equal to
mole fraction of the solute. നമ്മൾ അതിനൊരു എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മൾ എഴുതിയ എക്സ്പ്രഷൻ P0A minus PA divided by P0A is equal to XB. അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ കണ്ടത്? ഇതിലെ P0A എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ. PA എന്ന് പറഞ്ഞാലോ സൊല്യൂഷനിലെ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇട്ട് കഴിയുമ്പോഴുള്ള വേപ്പർ പ്രഷർ. P0A minus PA എന്ന് പറഞ്ഞാൽ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇട്ട് കഴിയുമ്പോൾ വേപ്പർ പ്രഷറിൽ ഉണ്ടാകുന്ന കുറവ്. That is called lowering of vapor pressure. അതിനെ പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ ഒരു ടേമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ and it is equal to mole fraction of the solute. അപ്പോൾ ഈ എക്സ്പ്രഷനിൽ നിന്ന് നമ്മൾ സൊല്യൂട്ടിന്റെ മോളിക്യുലാർ മാസ് കാണാൻ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുകയാണ്. ഈ വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മോളിക്യുലാർ മാസ് കാണാം സൊല്യൂട്ടിൽ. ഈ വാല്യൂ കണ്ടുപിടിക്കാൻ എന്താ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കൊരു സൊല്യൂഷൻ തരുന്നു, അതിലെ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ, പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ അറിയണം, സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കണ്ടുപിടിക്കണം. അതിൽ നിന്ന് നമുക്ക് ഇതെടുക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു XB. അതിൽ നിന്ന് മോളിക്യുലാർ മാസ് കാണാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് we are going to find out the molecular mass of unknown solute. നമ്മൾ ചെയ്യാൻ പോവാം. നിങ്ങൾ പോരാ XP. എന്താ XP എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷൻ. ഇനി മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. XB is equal to നമ്മൾ എഴുതുന്നത് എങ്ങനെയാ? NB by NA plus NB. സോ നമ്മൾ ഈ ഇക്വേഷനെ ഒന്ന് മാറ്റി എഴുതുകയാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ P0A minus PA എന്നുള്ളതിനെ എനിക്ക് ഡെൽറ്റ P എന്ന് എഴുതിക്കൂടെ? ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ. അപ്പോൾ ഡെൽറ്റ P by P0A is equal to XB എന്നുള്ളതിന് പകരം ഞാൻ എഴുതുകയാണ് NB by NA plus NB. ഓക്കേ, എന്താ NB എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട്, NA നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ്. ഇനി നമ്മൾ പറഞ്ഞിരുന്നു കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആപ്ലിക്കബിൾ ആവുക ഡൈല്യൂട്ട് സൊല്യൂഷൻസിന്റെ കേസിലാണ്. സൊല്യൂട്ടിന്റെ അളവ് തീരെ കുറവാണ്. അപ്പോൾ സൊല്യൂട്ട് കുറവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിനോമിനേറ്ററിൽ NA സോൾവെന്റിന്റെ നമ്പർ ഓഫ് മോൾസ് അതിനോട് കമ്പയർ ചെയ്യുമ്പോൾ NB യുടെ അളവ് തീരെ കുറവാണ്. സോ NB can be neglected compared to NA. NAയോട് താരതമ്യം ചെയ്യുമ്പോൾ NB തീരെ കുറവായതുകൊണ്ട് നമുക്ക് അതിനെ നെഗ്ലക്ട് ചെയ്യാം. അതിന് കാരണം എന്താ? NB is very much less than NA. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിനോമിനേറ്ററിൽ NB എന്ന് കളയാം. So the equation becomes delta P by P0A is equal to NB by NA. ശരിയല്ലേ? ഇനി നമ്പർ ഓഫ് മോൾസ് കാണാൻ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്പർ ഓഫ് മോൾസ് N is equal to W by M. എന്താ W? weight in grams. M എന്ന് പറയുന്നത് മോളിക്യുലാർ മാസ്. അപ്പോൾ N ന് പകരം നമുക്ക് ഇവിടെ W by M എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? So the equation becomes NB എന്നുള്ളതിന് പകരം എനിക്ക് എഴുതാം WB by MB. WB is the weight in grams of the solute and MB is the
molecular mass of the solute divided by Na ക്ക് പകരം എനിക്ക് എഴുതാം WA by MA. എന്താ WA? weight in grams of the solvent. MA is the molecular mass of the solvent. ഇനി ഇതിനെ നമുക്ക് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. ഈ റൈറ്റ് സൈഡിനെ ഇതൊരു ഫ്രാക്ഷൻ ആണ് WB by MB ഡിവൈഡഡ് ബൈ ഇത് മറ്റൊരു ഫ്രാക്ഷൻ. അപ്പോൾ ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് അതിനെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കാം. അപ്പോൾ ഈ ഭാഗം WB by MB ഇത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് തിരിച്ചിടും MA by WA. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ മാറുന്നത് എങ്ങനെയാ എഴുതുക? WB into MA divided by MB into WA. നമുക്ക് കിട്ടിയ ഇക്വേഷൻ നോക്കിക്കേ. delta P by P0A is equal to WB into MA divided by MB into WA. ഇനി നമ്മൾ എന്തിനാ ഈ ഡെറിവേഷൻ ഒക്കെ കൊണ്ടുവന്നത്? സൊല്യൂട്ടിന്റെ മോളിക്യുലാർ മാസ് കാണാൻ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് സൊല്യൂട്ടിന്റെ മോളിക്യുലാർ മാസിന് ഒരു ഇക്വേഷനിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഇതിൽ നിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സൊല്യൂട്ടിന്റെ മോളിക്യുലാർ മാസ് MB ആണ്. അപ്പോൾ അതായത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ മോളിക്യുലാർ മാസ് ഓഫ് ദി അൺനോൺ സൊല്യൂട്ട് MB is equal to നോക്കിക്കോ, ഇതാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ P0A into WB into MA divided by delta P into WA. This is the equation used to find out molecular mass of the unknown solute from ഏത് colligative property? relative lowering of vapor pressure. ഈ ഇക്വേഷൻ നമുക്ക് കാണാതെ അറിയണം, പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. നോക്കിക്കേ, എന്താ ഇക്വേഷൻ? MB is equal to P0A into WB into MA divided by delta P into WA. ഇതിൽ ഓരോ ടേമും എന്താണെന്ന് പറഞ്ഞു നോക്കിക്കേ. P0A vapor pressure of the pure solvent, WB weight in grams of the solute, MA molecular mass of the solvent, delta P അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? delta P എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ? P0A minus PA, WA weight in grams of the solvent. Okay, പിടി കിട്ടിയ relative lowering of vapor pressure and its derivation. ഇനി ഇതിന്റെ പ്രോബ്ലംസ് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. എന്താ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി? ആ ഒരു സൊല്യൂഷന്റെ പ്രോപ്പർട്ടി ആണ് whose value depends only on the number of solute particles. Which are the four colligative properties എന്ന് പറഞ്ഞു നോക്കിക്കേ, കിട്ടുന്നുണ്ടോ നോക്കട്ടെ. relative lowering of vapor pressure, elevation in boiling point, depression in freezing point and osmotic pressure. What is its application? To find out the molecular mass of the unknown solute. ഇതിന്റെ പ്രോബ്ലംസ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.